കാഞ്ഞങ്ങാട് നഗരസഭ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവർ ചേർന്ന് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള ത്രിദിന വോളണ്ടിയർ പരിശീലന പരിപാടിക്ക് തുടക്കമായി. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. സാമൂഹിക സന്നദ്ധ സേവന രജിസ്ട്രേഷൻ, ഹോം കെയർ, രോഗി ബന്ധു സംഗമം തുടങ്ങിയ നിരവധി സേവന പരിചരണ പരിശീലനമാണ് ത്രിദിന വോളണ്ടിയർ പരിശീലന ക്യാമ്പിൽ നടക്കുന്നത്. നഗരസഭയിലെ 43 വാർഡുകളിലെയും തെരഞ്ഞെടുത്ത അംഗങ്ങൾ പങ്കെടുത്ത അലാമിപ്പള്ളി മുനിസിപ്പൽ കോംപ്ലക്സിൽ നടന്ന പരിശീലന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ മനസ്സിൽ അതിൽ മനസ്സ് ശരീരം പാടുപെട്ടു. ഞാൻ പാലിയേറ്റീവ് പ്രവർത്തകനാണ്. പക്ഷേ ഒരു രോഗി അവിടെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്, ആകെ കിടപ്പിൽ തന്നെയാണ്, എല്ലാം കാര്യം നിർവഹിക്കുന്നത്, മലമൂത്ര വിസർജനം എല്ലാം കിടപ്പിൽ തന്നെയാണ്. ഞാൻ പാലിയേറ്റീവ് പ്രവർത്തകനാണ്. ഞാൻ എന്ത് പാലിയേറ്റീവ് പ്രവർത്തകൻ? ആ രോഗിയെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ആ കിടത്തി നല്ല സന്തോഷത്തോടുകൂടി അരമണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞ് പോകാൻ സമയമുള്ള ആളാണോ? അവർക്കേ പാലിയേറ്റീവ് പ്രവർത്തനം. മനസ്സിലായോ? അല്ലെങ്കിൽ അത് കാണുമ്പോൾ അറപ്പും ഇത് കാണുമ്പോൾ അറപ്പും, എനിക്കിപ്പോൾ പോകാൻ സമയമില്ല, അങ്ങനത്തെ ഇതാവാൻ പറ്റില്ല. ഇന്ന് ക്ലാസ് പാലിയേറ്റീവ് ആദ്യാവസാനം പങ്കെടുക്കുമോ? കുറേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് കുറെ കാര്യം അറിഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്. അറിയാത്തത് പഠിക്കാനാണ്. അതാണ്. അതുകൊണ്ട് രണ്ടാം പാഠം വന്ന ആളെ കണക്ക് പോകില്ല. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് MV ജീജ, പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഷെരീഫ്, ജില്ലാ ആശുപത്രി ജീവനക്കാരായ HIP മുരളീധരൻ, അശ്വതി S നായർ, PK രാജി, MK ബിന്ദു എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കൌൺസിലർമാർ, ആശാവർക്കർമാർ, പൊതുപ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.